റിയൽമി തങ്ങളുടെ നമ്പർ സീരീസിൽ ഒരു പുതിയ ഫോൺ കൂടി പുറത്തിറക്കിയിരിക്കുന്നു, റിയൽമി 16 എന്ന പേരിൽ. അതായത് റിയൽമി നേരത്തെ 16 Pro Plus പുറത്തിറക്കി, റിയൽമി 16 Pro പുറത്തിറക്കി, ഇപ്പോഴത്തെ റിയൽമി 16 ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. നോക്കി, ഇതുവരെ കണ്ട റിയൽമി ഫോണുകളിൽ നിന്നെല്ലാം എന്തായാലും ഡിഫറൻ്റ് ആയി. എന്നാൽ ഒരു ആപ്പിൾ എയറിന്റെയോ അല്ലെങ്കിൽ ഒരു പിക്സൽ ഫോണിന്റെയോ ഒക്കെ ഒരു ഡിസൈൻ അവിടെ ഇവിടെ തോന്നിപ്പിക്കുന്ന തരത്തിലൊരു ഫോണാണ് തവണ റിയൽമി 16 എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്നത്. നോക്കി, ഇവിടെ ക്യാമറ മൊഡ്യൂൾ നമുക്ക് ഇതുപോലെ കാണാം. പക്ഷേ ഇതിനകത്ത് ഇവിടെ ഒരു റിഫ്ലക്റ്റീവ് ഭാഗം കാണാം. ഈ ഒരു ഭാഗം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്കൊരു സെൽഫി ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു വളയത്തിനകത്തേക്ക് നോക്കിയാൽ മതി, നമ്മളെ കാണാൻ സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു യൂസ് കേസ് എന്തായാലും ഇതിന് കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ LED ഫ്ലാഷ് ലൈറ്റ് ആ ഒരു റിഫ്ലക്റ്റീവ് ഭാഗത്തിന് ചുറ്റുമാണ്. അപ്പോൾ LED ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ അതിനകത്ത് കാണാൻ പറ്റത്തില്ല. അതേസമയം LED ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആണെങ്കിലും ഓട്ടോമാറ്റിക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മളെ കണ്ടുകൊണ്ട് വേണമെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് എടുക്കാം. എന്തായാലും ഈ ഒരു ഫോണിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്കി, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 7000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ ലൈറ്റ് ആണെന്ന് പറയേണ്ടി വരും. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 183 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണിന്. അതുപോലെ ഇതിന്റെ ഡിസൈൻ ഭയങ്കര ലുക്കാണ്, നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയാണ്. അതിന്റെ ഡിസൈൻ വൈസ് ഈ ഒരു ഫോൺ കൊള്ളാം. ഇതിന്റെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണുമാണ് വല സൈഡിൽ. ഇട സൈഡിൽ ഒന്നുമില്ല. താഴെ സിം ട്രേ, അതുപോലെ USB Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, മുകളിൽ ഇതുപോലെ IR ബ്ലാസ്റ്ററും സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്ക് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ ഈ കാണുന്ന ഫ്രെയിമും പ്ലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണിന്റെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു. നിങ്ങളത് ക്യാമറയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് അത് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്ന എനിക്ക് സംശയമുണ്ട്. പക്ഷേ നേരി കാണാൻ അടിപൊളിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ. അപ്പോൾ ഡിസൈനും ഡിസ്പ്ലേയും ഈ ഒരു ഫോണിന്റെ കേസിൽ അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. ഈ ബ്ലാക്ക് കണ്ടില്ല, നല്ല ഷാർപ്പ് ബ്ലാക്ക് ആണ്. ബെസലൊക്കെ നോക്കിയാൽ വളരെ തിൻ ബെസലുകളാണ് കമ്പാരിറ്റീവ്ലി. ഈ ഒരു ഫോണിന്റെ സ്ക്രീൻ സൈസ് വന്നിട്ട് 6.57 ഉള്ളൂ. അപ്പോൾ സാധാരണ 6.78 ഇഞ്ചാണ് ഒരു നോർമൽ ഫോൺ വരുന്നത്. കോമ്പാക്ട് ഫോൺ എന്ന് അറിയപ്പെടുന്ന ഇപ്പോഴത്തെ ഫോണുകൾ 6.3 ഇഞ്ചാണ്. അതിന് രണ്ടിനും ഇടയിലാണ് ഈ ഒരു ഫോണിന്റെ സ്ഥാനം, 6.57 ഇഞ്ച്. AMOLED ഡിസ്പ്ലേ ആണ്, ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഉണ്ട്, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ 4200 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 6400 ടർബോ എന്ന് പറയുന്ന ഒരു പ്രോസർ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 6,6729 എന്ന് പറയുന്ന ഒരു സ്കോറാണ് ഈ ഒരു ഫോണിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 89% ആണ്. അങ്ങനെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോൺ കാണിക്കുന്നില്ല. അണ്ടർ 30,000 വരേണ്ടുന്ന ഒരു പെർഫോമൻസ് അല്ല. നിങ്ങൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ ഇതിലും കിടിലം പെർഫോമൻസ് കാഴ്ചയ്ക്കുന്ന വേറെ സ്മാർട്ട് ഫോണുകൾ ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. മാക്സിമം നമുക്ക് 12 GB റാമും അതുപോലെ 256 GB ഇന്റർണൽ സ്റ്റോറേജും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGM എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം സെറ്റിംഗ്സിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഓക്കേഷ് ആയിട്ടുള്ള ഒരു BGM എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ GT മോഡ് എന്നൊരു ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിരവധി ഓപ്ഷൻസുകളും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. 7000 mAh ബാറ്ററി തന്നെയാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് 50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡെപ്ത് സെൻസർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വൈഡ് ആംഗിൾ ക്യാമറ ഒന്നും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ സെൽഫി എടുക്കുന്നതിനും 50 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും 50 മെഗാ പിക്സൽ ക്യാമറ, പ്രൈമറി ക്യാമറ 50, സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലിന്റേതാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ക്യാമറയെ പറ്റി പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ഫോൺ കൈ കിട്ടിയപ്പോൾ ആദ്യം ഈ ഒരു ഫോണുമായിട്ട് പോയത് ഒരു ഉത്സവം കാണാനാണ്. അപ്പോൾ ലോ ലൈറ്റിൽ, അതായത് ഇരുട്ടത്ത് കുറച്ച് വീഡിയോകളും ഫോട്ടോസും എടുത്തു. സത്യം പറയട്ടെ, എന്നെ നിരാശപ്പെടുത്തി ഈ ഒരു ഫോണിന്റെ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആ ഒരു ലോ ലൈറ്റിലായിരുന്നു പ്രശ്നം. ഈ കാണുന്നത് പോലെ വളരെ ഗ്രെയിൻ ആയിട്ടുള്ള ഫോട്ടോകളും അതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോയും തന്നെയാണ് ഈ ഒരു ഫോൺ ലോ ലൈറ്റിൽ സമ്മാനിക്കുന്നത്. അവിടെ ഒരു നല്ല അപ്ഡേറ്റ് റിയൽമി ഈ ലോ ലൈറ്റ് പെർഫോമൻസിന് വേണ്ടി ഈ ഒരു ഫോണിലേക്ക് അയക്കേണ്ടിയിരിക്കുന്നു. ചെയ്തെങ്കിലേ അത് കറക്റ്റ് ആവും. അപ്പോൾ ഞാൻ കരുതി ക്യാമറ ഇച്ചിരി മോശമായിരിക്കും എന്ന് ആദ്യം കരുതി ഈ കണ്ട ലോ ലൈറ്റ് ഫോട്ടോകളും വീഡിയോയും കണ്ടപ്പോൾ. പക്ഷേ അടുത്ത ദിവസം ഞാൻ ഡേ ലൈറ്റിൽ ഫോട്ടോസ് എടുത്തു. ഡേ ലൈറ്റ് ഫോട്ടോസ് എടുത്തപ്പം ഈ ലോ ലൈറ്റിൽ കണ്ട ഫോട്ടോയും വീഡിയോ അപേക്ഷിച്ച് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഡേ ലൈറ്റ് ഫോട്ടോസ് ആണ് ഈ ഒരു ഫോണിനകത്ത് തരുന്നത്. ഫോട്ടോകൾ കുറച്ച് സാച്ചുറേറ്റഡ് ആണ്, നോർമലിൽ നിന്ന് ഒരു അല്പം സാച്ചുറേറ്റഡ് ആണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സെൽഫി വീഡിയോയുടെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാലും ബാക്ക് ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി വീഡിയോ ഒരു അല്പം ക്വാളിറ്റി കുറവാണെന്ന് മനസ്സിലായി. അതുപോലെ ബാക്ക് വീഡിയോയ്ക്ക് വലിയ ഒരു സ്റ്റെബിലൈസേഷൻ ഒന്നും തരുന്നില്ല എന്ന് മനസ്സിലായി. എന്തായാലും ലോ ലൈറ്റിൽ ബാക്കിലെ വീഡിയോയ്ക്കും ഈ പറഞ്ഞ ക്വാളിറ്റി വളരെ കുറവാണ്. അപ്പോൾ മൊത്തത്തിൽ ഡേ ലൈറ്റിൽ വലിയ തിരക്കേടില്ല ഇതിന്റെ ക്യാമറ. പക്ഷേ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഫോണിന്റെ ക്യാമറ പതറുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാം. ബാക്ക് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി, ഫുൾ HD 60 FPS ആണ് മാക്സിമം നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ സെൽഫി ക്യാമറയിലേക്ക് വന്നാലും മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നത് ഫുൾ HD 60 FPS മാത്രമാണ്. ഓക്കെ, സെൽഫി ക്യാമറയിൽ 4K ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പൊറുക്കാൻ സാധിക്കും. പക്ഷേ 30,000 പ്രൈസ് റേഞ്ചിൽ, അണ്ടർ 30,000 വരുന്ന ഈ ഒരു ഫോണിനകത്ത് ബാക്ക് ക്യാമറയിൽ പോലും 4K ഇല്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ്.
ആണ്. അതുപോലെ തന്നെ ഷേക്ക് ഇല്ലാത്ത വീഡിയോകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. സ്റ്റീരിയോ സ്പീക്കറാണ്, ക്വാളിറ്റിയുള്ള സൗണ്ടാണ്, നല്ല വോളിയം ഉണ്ട്. 300% എന്നാണ് ഇതിന്റെ മാക്സിമം വോളിയം ഇതുപോലെ കൂട്ടുമ്പോൾ കാണിക്കുന്നത്. എന്തായാലും നല്ല വോളിയം ഉണ്ട്, ക്വാളിറ്റിയുള്ള ഒരുവിധം ക്വാളിറ്റിയുള്ള ഈ പ്രൈസ് പോയിന്റ് ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. റിയൽമിയുടെ UI ആയിട്ടുള്ള റിയൽമി UI 7 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 16 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ NFC സപ്പോർട്ട് അണ്ടർ 30,000 പ്രൈസ് റേഞ്ച് ആയിട്ട് പോലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. അതുപോലെ യൂട്യൂബിൽ പോലും HDR സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നെറ്റ്ഫ്ലിക്സിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. അതുപോലെ ബ്ലോട്ട് വേസുകൾ, ഒരുപാട് ബ്ലോട്ട് വേസുകൾ എന്ന് വെച്ചാൽ സാധാരണ റിയൽമിയുടെ മറ്റ് ചില ഫോണുകളെ അപേക്ഷിച്ച് അത്ര കണ്ടങ്ങ് ഓവറായിട്ടുള്ള ഒരു ബ്ലോട്ട് വേസുകൾ എന്നൊന്നും പറയുന്നില്ല. ഉണ്ട്, ബ്ലോട്ട് വേസ് ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിലും ഉള്ളത് ഒരുവിധം പ്രീമിയം ആപ്ലിക്കേഷൻസും ഒക്കെയാണ്. അതുപോലെ കുറച്ച് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിം ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. ഈ ഒരു ഗെയിം ആപ്ലിക്കേഷൻ അതുപോലെ കുറച്ച് ബ്ലോട്ട് വേസുകൾ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് മാത്രമാണ്. എന്നാൽ ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് നൽകിയിരിക്കുന്നത്. അത് ഒരുപാട് എന്താ പറയുന്നത് ഓൾഡർ വെർഷൻ ആണ്. അതുപോലെ വൈഫൈ വന്നിട്ട് വൈഫൈ 5 ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഫോണുകളൊക്കെ വൈഫൈ 7 ഒക്കെയാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് എന്തോ വൈഫൈ 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റിയൽമി 16ന്റെ മുൻഗാമിയായിട്ടുള്ള റിയൽമി 15 നോക്കുമ്പോൾ ഒരുപാട് ഡൗൺ ഗ്രേഡുകളാണ് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി നമുക്കിതിന്റെ ബാക്ക് ക്യാമറയിൽ റിയൽമി 15 അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്. ഇവിടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പോലും ഇല്ല ഈ പ്രൈസ് പോയിന്റിൽ. അതായത് ഒരു പ്രൈമറി സെൻസർ, ഒരു മോണോക്രോം സെൻസർ മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല പെർഫോമൻസ് വൈസ് ആയാലും മൊത്തത്തിൽ ഈ ഒരു ഫോണിനകത്ത് റിയൽമി 15 ഒരുപാട് കുറവുകൾ വന്നിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രൈസ് റിയൽമി 15 റിയൽമി 16 വന്നപ്പോൾ കൂടിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിയൽമി 15 25,000 പ്രൈസ് റേഞ്ചിൽ വന്നതാണ്. ഇതൊരു 30,000 പ്രൈസ് റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ സംഗതികൾ പലതും ഡൗൺ ഗ്രേഡുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഈ കഴിഞ്ഞ ഒരു സീസണിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സീസണിലേക്ക് വരുമ്പോൾ ഫോണുകളുടെ എല്ലാം പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരു 5,000 പ്രൈസ് റേഞ്ചാണ് പലതിലും വന്നിരിക്കുന്നത്. മുൻപ് 10,000 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഫോണുകളൊക്കെ ഇപ്പോൾ 15,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു 5,000 ഡിഫറൻസ് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഗുണവും ദോഷങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. ഐഫോൺ എയറിന്റെ ഒക്കെ പോലെ തന്നെ വളരെ സ്ലിമ്മസ്റ്റ് ആയിട്ട്, അതും 7000 mAh ബാറ്ററി ആയിട്ട് വരുന്ന അടിപൊളി ഡിസൈൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന നിലയ്ക്ക് ഇതിന്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിന് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടോപ്പ് ഡിസ്പ്ലേ എന്നാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ HDR സപ്പോർട്ടൊന്നും യൂട്യൂബിലെങ്ങും ഇല്ല. എങ്കിലും നമുക്ക് നോർമൽ യൂസ് കേസിന് അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാറ്ററി 7000 mAh ബാറ്ററി, ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഈ ഒരു ഫോണിനകത്ത് വലിയ സംഭവമായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇതിന്റെ കുറവുകൾ പറയാനാണെങ്കിൽ ബാക്ക് ക്യാമറയിൽ 4K ഇല്ല, സെൽഫി ക്യാമറയിലും 4K ഇല്ല. അതുപോലെ തന്നെ പെർഫോമൻസ് വന്നിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പെർഫോമൻസ് ഇതിൽ നിന്നും മികച്ച പെർഫോമൻസ് വേറെ ഫോണുകൾ നൽകും. NFC ഇല്ല, വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലെങ്കിൽ പിന്നെ ടെലിഫോട്ടോ ക്യാമറ ഇല്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ ക്യാമറ വരെ തരുന്ന വേറെ ഫോണുണ്ട്. അതുപോലെ ഫോണിന്റെ ബാക്ക് ഈ ഒരു 30,000 പ്രൈസ് റേഞ്ചിലും പ്ലാസ്റ്റിക് ബോഡിയാണെന്ന് കരുതുന്നു. ബ്ലൂടൂത്ത് വെർഷനൊക്കെ ഒരുപാട് പഴയതാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 കൊടുത്തിരിക്കുന്നു. വൈഫൈ 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വൈഫൈ 6 എങ്കിലും വരേണ്ടിയിരുന്നു. ഇപ്പോൾ വരുന്ന പല കുറച്ചുകൂടി കൂടിയ ഫോണുകളൊക്കെ വൈഫൈ 7 വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിനകത്ത് വൈഫൈ 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളിലും ഒരു കുറച്ച് എന്താ പറയുന്നത് ഡൗൺ ഗ്രേഡുകളാണ് ഈ ഒരു ഫോണിനകത്ത് വരുത്തിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. അപ്പോൾ റിയൽമി 16 Pro വന്നിട്ട് 35,000 രൂപ, 37,999 രൂപയ്ക്കാണ് ഇപ്പോൾ വിൽക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയായാലും ഒരു 5,000 രൂപയെങ്കിലും കുറവായിരിക്കും ഈ ഒരു ഫോൺ എന്ന് ഊഹിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വില എന്റെ ഊഹം ശരിയാണെങ്കിൽ 29,999 രൂപയായിരിക്കും ബേസ് വേരിയന്റിന്. ആ പ്രൈസിന് ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ജസ്റ്റ് എന്നേക്കാൾ മികച്ച റിവ്യൂസ് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ കമന്റായി രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.